അങ്ങനെ കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ കേട്ടറ്റ് ലഭിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മെസ്സേജ് ചെയ്യുകയും വിളിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതിനിടയിലും കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു, ഒരു ടീച്ചർ വിളിച്ചു, മകളുടെ കേട്ടറ്റ് എഴുതിയിരുന്നു. പക്ഷേ 1 മാർക്കിന്, അതുപോലെ തന്നെ 4 മാർക്കിന്, 2 കാറ്റഗറി പറഞ്ഞിട്ട് 1 മാർക്കിനും 4 മാർക്കിനുമാണ് നഷ്ടപ്പെട്ടത് എന്ന് സങ്കടം പറയുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോഴാണ് അതുപോലെ അതേ അവസ്ഥയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലൂടെയും അതുപോലെ അല്ലാതെയൊക്കെയുള്ള വിദ്യാർത്ഥികൾ 1 മാർക്ക് 2 മാർക്കിനാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു സങ്കടം പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് മുമ്പിലുള്ളത് ഇനി LP UP എക്സാം വരാൻ പോകുന്നു. അതുപോലെ തന്നെ സർവീസ് ടീച്ചേഴ്സിനാണെങ്കിൽ അടുത്ത വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടിയെടുക്കണം എന്നുള്ള നിർബന്ധിതമായ ഒരു ഉത്തരവുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ അവസാനത്തെ ചാൻസ് ആണ് ഇതെങ്കിൽ നിങ്ങൾ എത്രത്തോളമാണ് ജീവിതത്തിൽ റിഗ്രറ്റ് ചെയ്യുക? അപ്പോൾ ഈ ഒരു റിഗ്രറ്റ്, അതായത് നമുക്കൊരുണ്ടാവുന്ന ഈ ഒരു നിരാശ, അതല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് അല്ലേ വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ 3ഉം 4ഉം വട്ടം എഴുതിയ ആളുകളുണ്ടാവും. അവർ ഇനിയും ഈ പ്രാവശ്യം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ് എന്നൊക്കെ വിചാരിക്കും. സത്യത്തിൽ അവരോട് പറയാനുള്ളത് കേട്ടറ്റ് എക്സാം എന്നുള്ളത് എന്താണ്? കേട്ടറ്റ് എക്സാം നമ്മളിപ്പോൾ കേട്ടറ്റ് എക്സാമിന് പഠിക്കാനുള്ളത് സബ്ജക്റ്റ് ഉണ്ടാവും, അതുപോലെ ലാംഗ്വേജ് ഉണ്ടാവും, അതുപോലെ സൈക്കോളജി ആൻഡ് പെഡഗോജി പെഡഗോജി അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെട്ട ഈ പരീക്ഷ എങ്ങനെയാണ് നമുക്കൊരു ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കേണ്ടത്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് കേട്ടറ്റ് എക്സാം, എന്താണ് അതിൻ്റെ സിലബസ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേട്ടറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ അതല്ലെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ആ സിലബസിൽ വരുന്ന ടോപ്പിക്കുകളുള്ള മറ്റൊരുപാട് എക്സാമുകളുണ്ട്. എന്നാൽ ആ എക്സാമിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ സിലബസ്, അത് എല്ലാ പ്രാവശ്യവും ആ സിലബസ് അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. സോ കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്, അതനുസരിച്ചുള്ള ഔട്ട് ഓഫ് ആ സിലബസിന് പുറത്തുനിന്നുള്ള ചോദ്യങ്ങളൊന്നും വരാറില്ല, സിലബസിനുള്ളിലുള്ള ചോദ്യങ്ങൾ മാത്രമേ വരാറുള്ളൂ. എന്നിരിക്കെ മാത്രമല്ല വർഷത്തിൽ 2 തവണ ഈ എക്സാം നടക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പഠന രീതിയിൽ എന്തെങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ തിരുത്തിയാൽ മാത്രമേ അടുത്ത കേട്ടറ്റ് എക്സാമിന് നമുക്ക് വിജയിക്കാൻ പറ്റൂ. പല BEd എഴുതിയ DLEd എഴുതിയ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ അവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള സോഷ്യൽ, നമ്മൾ പഠിച്ചിട്ടുള്ള സയൻസ്, നമ്മൾ പഠിച്ചിട്ടുള്ള മാത്സ് അല്ലേ, കുറച്ച് സൈക്കോളജി നമ്മൾ BEdനും DLEdനും പഠിച്ചതല്ലേ എന്ന് വിചാരിച്ച് സിമ്പിളാണെന്ന് വിചാരിച്ച് എഴുതാൻ പല ആളുകളും ചെല്ലാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കുറഞ്ഞ മാർക്കിന് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഇത്രയും സമയം നമ്മുടെ അധ്വാനം ഇതെല്ലാം ഇവിടെ നഷ്ടപ്പെടുന്നത്. സോ അടുത്ത ഒരു കേട്ടറ്റ് നമുക്ക് മുമ്പിൽ LP UP എക്സാമിന് മുമ്പുള്ള അവസാനത്തെ കേട്ടറ്റ്, ഈ കേട്ടറ്റ് എക്സാമിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. സിലബസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരുന്നത്, നമ്മൾ കാറ്റഗറി 1 ആണ് എഴുതുന്നത്. എന്നാൽ കാറ്റഗറി 1ൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത്, അതിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. കാറ്റഗറി 2 ആണെങ്കിൽ അതിൽ വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മൾ 2ഉം എഴുതും. അപ്പോൾ 2ഉം എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും BEd ഒക്കെ എടുത്തവർ 2ഉം 3ഉം എഴുതും. 3ൽ അവർ ചിലപ്പോൾ അവരുടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. 2 ആണെങ്കിൽ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്, അത് ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ സിലബസിനെ മെരുക്കിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമായിട്ട് ധാരണ വേണം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കുക ഇതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം. കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഏത് ടെക്സ്റ്റ് ബുക്കാണ്, എന്ത് റിസോഴ്സാണ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ BEd പഠിക്കുമ്പോൾ BEdൻ്റെ ടെക്സ്റ്റ് ബുക്ക് അത് തന്നെ നമുക്ക് കേട്ടറ്റ് എക്സാമിന് പഠിക്കുന്നതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാറ്റഗറി 2 എഴുതുകയാണെങ്കിൽ നമ്മൾ DLEdൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൂടി നോക്കുക എന്നുള്ളതാണ്. BEdകാർ ചിലപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ DLEdൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ
കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ വരികളായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റുക. സോ നമ്മൾ ആ ഒരു റിസോഴ്സ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തും. നമ്മൾ വാരി വലിച്ചു പഠിക്കുന്നുണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് പഠിക്കുന്നു, പക്ഷേ ഇതിന് വേണ്ടത് മാത്രം പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ മാർക്കുകൾ നഷ്ടപ്പെടുന്നത് നമ്മളറിയാതെ നമ്മളറിയാതെ മാർക്കുകൾ നഷ്ടപ്പെടും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പ്രാക്ടീസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പരിശീലനത്തിൽ ഉടനീളം വേണ്ടതാണ്. നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ MCQ പോലെ ചെയ്യാൻ പഠിക്കണം. കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരുപാട് പഠിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളുണ്ടാവും, പക്ഷേ എക്സാം എഴുതുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഇല്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ആ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൃത്യമായ ഒരു ചിട്ടയായ ടൈം ടേബിളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന ദിവസം ആദ്യ ദിവസം ഈ സബ്ജക്റ്റ് 2 ടോപ്പിക്കുകൾ പഠിക്കുന്നു, അന്ന് അതല്ലെങ്കിൽ പിറ്റേന്ന് അതിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു വീക്കിൽ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ നോക്കുന്നു, അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നു. ഒരു വീക്കാവുന്ന സമയത്ത് കൃത്യമായി റിവിഷൻ ചെയ്യുന്നു. ആ സമയത്ത് ഒരു വീക്കിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് ഓർമ്മ, മറവി ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നവരായിരിക്കും. സോ എന്താണ് ഈ മറവി വരാനുള്ള, എത്ര ഇടവേളയിലാണ് നമുക്ക് മറവി വരുന്നത്, നമ്മളെ പഠനത്തെ എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പരിശീലനത്തിൻ്റെ രീതിയിലൂടെ നമ്മളിൽ തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് കേട്ട എക്സാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ 1-2 മാർക്കിന് നഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ 1, 2, 3 തവണ നേടിയ, അല്ലെങ്കിൽ 1, 2, 3 തവണ നമ്മൾ എഴുതി കിട്ടുന്നില്ല എന്നുള്ളതാണെങ്കിൽ, ഈ അടുത്ത ശ്രമം, നമുക്ക് മുമ്പിൽ സമയമുണ്ട്, ആ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള കാര്യം. ഇനി മറ്റൊരു കാര്യം, കേട്ടറ്റ് എക്സാം നേടി വിജയിച്ച ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ ഒരു പേസിലൂടെയാണ് പഠനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോയവരായിരിക്കും. എക്സാം ഇനി നിങ്ങൾ അവിടെ നിർത്തരുത് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത കടമ്പകൾ കടക്കാനുണ്ട്. നമ്മൾ ആ ആമയും മുയലിൻ്റെയും കഥയിലേതുപോലെ നമ്മൾ നന്നായിട്ട് അറിയുന്നവരാണ്. ഇനി അടുത്ത എക്സാം വരട്ടെ, നോട്ടിഫിക്കേഷൻ വരട്ടെ, അപ്പോൾ പഠിച്ചു തുടങ്ങാം എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അപ്പോൾ നമ്മൾ തുടങ്ങിയാൽ എക്സാമിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഒരു നിശ്ചിത മാർക്ക് കിട്ടിയാൽ നമ്മൾ ക്വാളിഫൈഡ് ആയി നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കതിൽ നെഗറ്റീവ് മാർക്കുകളില്ല, കൃത്യമായിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റും. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത മൈനസ് മാർക്കുള്ള, അതുപോലെ തന്നെ കൃത്യമായ ടൈമുകളുള്ള, അതിൽ ബൃഹത്തായ സിലബസ് ഉള്ള ഒരുപാട് എക്സാമുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. നമ്മളൊരു ടീച്ചിങ് പോസ്റ്റിലേക്കാണ് PSCയോ മറ്റുള്ള ബോർഡുകളുടെയൊക്കെ എക്സാമുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളൊരു റാങ്ക് ലിസ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ആ ഒരു എത്രയും പെട്ടെന്ന് ജോലിയിലെത്താനുള്ള സാധ്യത നമുക്കറിയാം. ആ രീതിയിലായിരിക്കണം നമ്മളൊരു റാങ്ക് ലിസ്റ്റിന് ഏറ്റവും മുന്നിലുള്ള ആൾ നമ്മളായിരിക്കണം എന്ന രീതിയിലുള്ള പഠനം നടത്തിയാൽ മാത്രമേ നമുക്ക് അടുത്ത നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ പറ്റൂ. സോ വിജയിച്ച ആളുകളോട് പറയാനുള്ളത്, ഒരിക്കലും ഇവിടെ നിർത്തരുത്, നിങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും എജുബ്ലിസ് ലേണിംഗ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വെറുതെയുള്ള വാഗ്ദാനങ്ങൾക്കപ്പുറം നമുക്ക് ചിട്ടയായ പഠനങ്ങളിലൂടെ നിങ്ങളെ മുന്നോട്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം എജുബ്ലിസ് ലേണിംഗ് ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും തുടർന്നും നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും. സോ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക്